പിന്നെ വാഷ് ബേസിന് കൊടുക്കാനാണോ ചിക്കൻ കറിയൊക്കെ? ഓണം ആദ്യം തൊട്ടേ ഓണം. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ദേവിയുടെ വീട്ടിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. നമുക്ക് ആദ്യം ചിക്കൻ വേണം. ചിക്കൻ കറിക്ക് വേറെ പറ്റില്ലല്ലോ. ഇതിലേക്ക് ആദ്യം ഉപ്പൊക്കെ മുളക് പൊടി എടുക്കണം. വണ്ടി ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മുളക്, അതിനകത്ത് കുരുമുളക് പൊടി വേണം. കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് തന്നെ നോക്കും. കുറച്ച് കുരുമുളക് പൊടി, തൈര് വേണം. പക്ഷേ തൈരില്ല. തൈരുണ്ടാവും. തൈരില്ലടി ചോദിച്ചാ ഹലോ ഗൈസ്, അപ്പം ഞാൻ വിചാരിച്ചത് ഇത് ഫുള്ള് നമുക്ക് വോയിസ് ഓവർ ചെയ്യാതെ ഇതിൻ്റെ യഥാർത്ഥ വോയിസ് കേൾപ്പിക്കാമെന്നാണ്. ബട്ട് ഗൈസ് പറ്റില്ല, കാരണം ഇത് ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ എനിക്കിത് സ്പീഡാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന അത്ര വ്യക്തമാവില്ല. അപ്പം നമ്മൾ സത്യം പറയുന്നൊരു ചിക്കൻ കറി അപാരതയാണ് ഈ കാട്ടുന്നത്. ഇത് ഞാൻ പറയണ ഇതിനകത്ത് എന്തൊക്കെയോ വട്ടത്തരങ്ങൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഞാനിപ്പോൾ രേവതിൻ്റെ വീട്ടിലാണ്. സോ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയതെന്ന് പറയാം. ഇതിൽ ഞാൻ പറയുന്നുണ്ട്, അതായത് അവരുടെ അമ്മയും അച്ഛനും തല്ലിക്കൊന്നില്ലെങ്കിൽ ഇന്ന് ഇവിടെ തന്നെ നിൽക്കാമെന്നുള്ളത്. കാരണം എങ്ങനെ ആകും എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് ഞാനിങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടില്ല. എനിക്കും 2-3 ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ ഫ്ലോപ്പില്ലാണ്ട് കിട്ടിയിട്ടുമുണ്ട്. ഇത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്നും ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് വന്നില്ല. അതിപ്പോൾ അങ്ങനെയാണല്ലോ. എനിക്ക് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ അറിയില്ല. ഇത് അവരവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല നോയ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ചളികൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അവളാണ് വീഡിയോ എടുത്ത് തരുന്നത്. സത്യം പറഞ്ഞാൽ അവൾ വീഡിയോ എടുത്ത് തരുമ്പോൾ മൊത്തമായിട്ട് ഉണ്ടാവാറില്ല. പക്ഷേ ഇത് കുഴപ്പമില്ലാണ്ട് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ. പക്ഷേ ഇത് ഒരു നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ഈ അല്ലി, അതായത് വെളുത്തുള്ളിയിൽ അല്ലി തൊലിക്കാണ്ടെന്നാണ് നമ്മൾ പറയേണ്ടത്. പീൽ ചെയ്ത് കളയാണ്ട് അതും പിന്നെ നമ്മുടെ ഇഞ്ചിയും കൂടെ അത് പീൽ ചെയ്ത് കളയണം. ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പം അതിനകത്ത് ആ ഒരു പേസ്റ്റ് തേക്കുന്നത്, അത് കുറച്ച് ക്രഷായിട്ട് അത് ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അതെനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ്. സോ അത് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇതിനകത്ത് റെസിപ്പി കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ ഇതിൽ ചിക്കൻ കറി അത്ര നല്ലപോലെ അല്ല വെച്ചത്. ഞാൻ എന്നും വെക്കുന്ന പോലെ ഞാൻ നല്ലൊരു റെസിപ്പി ഞാൻ എന്തായാലും നിങ്ങളെ കാട്ടിത്തരാം വേറൊരു ദിവസം. ഇത് തട്ടിക്കൂട്ടൊരു ഇതാണ്. കാരണം നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ അവിടെ ടൈം കാണുന്നുണ്ടായിരിക്കും. 1 മണിയായപ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. വിശന്നിട്ടൊരു രക്ഷയില്ല. എഴുന്നേറ്റപ്പോൾ ഒരു സമയമായി. പിന്നെ അവരുടെ അവിടെ പണി നടപ്പുണ്ട്. അപ്പം നമുക്ക് എല്ലാം നടന്നു പോകണം. അപ്പം നമ്മൾ ചിക്കൻ കറി വെക്കുന്ന റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു ഫൺ വ്ളോഗാണ്. പക്ഷേ എനിക്ക് മൈക്കില്ലാത്തതുകൊണ്ട് തന്നെ വോയിസ് അത്ര ക്ലിയറും അല്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ പണി നടക്കുന്നതുകൊണ്ടും വോയിസ്. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചിരുന്നു അവിടെ